എല്ലാവർക്കും മൃദുസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇൻട്രൊക്കെ ഒന്ന് കുറച്ച് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഉച്ചയ്ക്ക് ഒരു 2 മണി ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഉച്ചയ്ക്ക് ഇതെവിടേക്കാണ് ഈ അമ്പലത്തിലേക്ക് പോകണമെന്നുള്ളത്. ഏത് അമ്പലത്തിലേക്കാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഏട്ടൻ വന്നിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അമ്മയും മക്കളും എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടനെ എന്തൊക്കെയോ മുഖത്തോട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കുറച്ച് ഏട്ടനപ്പം നിന്നുള്ള വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളൊന്നും അങ്ങനെ ഇഷ്ടമല്ലാത്ത കാരണം ഒരു എക്സ്പ്രഷനും ആളുടെ മുഖത്ത് ഉണ്ടാവില്ല, ആളൊന്നും പറയൂല കേട്ടോ. അപ്പോൾ അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഏട്ടൻ്റെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്നാണ് കേട്ടോ. അതാണ് മുഖത്ത് യാതൊരു തരത്തിലുള്ള എക്സ്പ്രഷനും ഇല്ലാത്തത്. ഏട്ടനപ്പോൾ ഇവിടെ മക്കൾക്ക് മുടിയൊക്കെ ചീന്തി കൊടുക്കാൻ കേട്ടോ. ഇതുകൂടി ഞാൻ അവരെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഏത് അമ്പലത്തിലേക്ക് പോകണമെന്നുള്ളത്. ഞങ്ങൾ പോകുന്നത് ഗുരുവായൂർക്കാണ് കേട്ടോ. അതാണ് ഒരു ഉച്ച ടൈമിലൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്പലത്തിൽ എത്തുള്ളൂ. അതിനനുസരിച്ചുള്ള ടൈമിലായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് ഗുരുവായൂർക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഉച്ചയ്ക്ക് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ദിവസം മൊത്തം അമ്പലദർശനം ആയിരുന്നു കേട്ടോ. രാവിലെ ഞങ്ങളെല്ലാവരും കൂടി പാതിരംകുന്നത്ത് മനക്കിലേക്ക് പോയി. അതിനുശേഷം ഉച്ചയ്ക്ക് ഗുരുവായൂർക്കും പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഗുരുവായൂർ എത്താറായി കേട്ടോ. നമ്മുടെ കിച്ചിട്ടിൻ്റെ അപ്പം നല്ല ഉറക്കമാണ്. അവൻ പിന്നെ വണ്ടി കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല ഉറക്കമായി കേട്ടോ. പിന്നെ വണ്ടിയിൽ അമ്മ ഉണ്ട്, പിന്നെ അമ്മായി ഉണ്ട്, ഞാനുണ്ട്, കിച്ചിട്ടുണ്ട്, പിന്നെ ഏട്ടനും അച്ചോട്ടനും ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ ഞങ്ങൾ മാമയുടെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ നമ്മളിതേ ഗുരുവായൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് മനസ്സിന് എന്താ പറയുക, ഭയങ്കര സന്തോഷമായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 കൊല്ലത്തിന് മുകളിലായി ഞാൻ ഈ ഗുരുവായൂർക്ക് വന്നിട്ട് കേട്ടോ. എൻ്റെ മേമയുടെ മോളുടെ അരങ്ങേറ്റത്തിൻ്റെ ടൈമിൽ ഞാൻ വന്നിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഗുരുവായൂർക്ക് വരുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഒന്നും എനിക്ക് ഗുരുവായൂർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോഴാണ് അതിനുള്ള സമയം അയക്കണത്. ഇപ്പോൾ വന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു വഴിപാടുണ്ട്. ഏട്ടനാണ് കേട്ടോ വഴിപാട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയാണ് നേർന്നത് വഴിപാട്. ഏട്ടനിങ്ങനെ കയ്യിൽ മൂരിയൊക്കെ പറ്റിയിട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് പറ്റിയെന്ന് പറഞ്ഞ സമയത്ത് അമ്മ മനസ്സിൽ വിചാരിച്ചതാണ്. അങ്ങനെ വലിയ ഇതിലൊന്നും ഉണ്ടാവാതെ വേഗം മാറണം അങ്ങനെയൊക്കെ ഓരോന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അമ്മ നേർന്നതാണ് ഏട്ടന് വേണ്ടി ഒരു വഴിപാട്. വഴിപാട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുലാഭാരമായിരുന്നു. അപ്പോൾ ആ വഴിപാട് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗുരുവായൂർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഗുരുവായൂർക്ക് വരാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. കുറേ തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വൃശ്ചിക മാസം ആയ കാരണം സ്വാമികളുടെ തിരക്കാണ് കൂടുതൽ. നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കൽ എന്തായാലും നടക്കില്ല, കാരണം അത്രയ്ക്കും തിരക്കുണ്ട് കേട്ടോ. ക്യൂ അങ്ങനെ നീണ്ടു പോവുമായിരുന്നു. അപ്പോൾ ക്യൂ നിന്നിട്ട് തൊഴുക എന്നുള്ളത് പറയാൻ നമുക്ക് പറ്റില്ല. ഞങ്ങളിപ്പോൾ ഭഗവതിയുടെ അമ്പലത്തിൻ്റെ അതിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ശിവലി എഴുന്നള്ളിപ്പ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വലിയൊരു ഭാഗ്യമായിരുന്നു കേട്ടോ. നമ്മൾ ആ സമയത്ത് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയതും പിന്നെ കണ്ണനെ പുറത്ത് കൊണ്ടുവന്ന് തൊഴാൻ പറ്റിയതും വലിയൊരു ഭാഗ്യമായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആൾക്കാരൊന്നും അങ്ങനെ കയറ്റി വിടുന്നുണ്ടാവില്ല. അത് കാരണം കണ്ണനെ നന്നായിട്ട് കണ്ട് തൊഴാൻ പറ്റി കേട്ടോ. എനിക്ക് കുറേ നേരം കണ്ണനെ കണ്ട് തൊഴാൻ പറ്റി. ഒരു തിരക്കും ഇല്ലാതെ നല്ല ഇതിൽ കാണാൻ പറ്റി കേട്ടോ. അങ്ങനെ കണ്ണനൊക്കെ കണ്ട് തൊഴുതു. നമ്മൾ പിന്നെ തുലാഭാരമൊക്കെ നടത്തി. അവരൊരു ടൈം ഉണ്ടായിരുന്നു, 5 മണി ടൈമിൽ തുലാഭാരമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് തുലാഭാരമൊക്കെ ആ വഴിപാടൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പം ഞങ്ങൾ എന്നിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അധികമൊന്നും ഇല്ല, 2-3 ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കേട്ടോ. പിന്നെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ അവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അതൊന്നും കാണാൻ നിന്നില്ല കേട്ടോ. കാരണം നമുക്കിനി തിരിച്ച് വീട്ടിലേക്ക് എത്തണം. അത്യാവശ്യം നേരം വൈകിട്ടുണ്ടായിരുന്നു നമ്മൾ തുലാഭാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും. അപ്പോൾ എന്തായാലും ഇനി അവിടെ അധികം നേരം നിൽക്കുന്നില്ല വിചാരിച്ച് നമ്മൾ വരിക, നമ്മുടെ കണ്ണനെ കാണുക, നമ്മുടെ വഴിപാട് നടത്തുക, നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുക. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളിത് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയുള്ള പ്രധാന ചടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. കളിപ്പാട്ടാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അവർക്ക് കഴിക്കാനൊന്നും വേണ്ട, കളിക്കാനുള്ളത് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ അവരുടെ കാര്യം കുശാലായി. അപ്പോൾ നമ്മൾക്കിനി അത് വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനും അമ്മായിയും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും ഒപ്പാക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളിത് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ആ ഒരു പോസ് ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് കയറി കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി. അവിടെ കയറിയിട്ട് ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചായ മാത്രമേ കുടിക്കുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ പറഞ്ഞു വേണ്ട, എന്തെങ്കിലുമൊക്കെ കഴിക്കാനും പറഞ്ഞോന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ശരി, അതും പറയാമെന്ന് വിചാരിച്ചു. അപ്പം മക്കളാണെങ്കിൽ അവിടെ കയറി നിന്നിട്ട് അവർക്ക് വേണ്ടത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മാമ, പാപ്പ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൂട്ടിനൊക്കെ. അങ്ങനെ നമ്മൾ വേണ്ടതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാനൊരു നെയ് റോസ്റ്റാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എനിക്ക് ദോശ ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം നെയ് റോസ്റ്റാണ്. മസാല ദോശയോടൊന്നും അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ നെയ് റോസ്റ്റാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏട്ടനും അച്ചൂട്ടനും പൂരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മായി മസാല ദോശയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചായയുടെ ടൈം ആയില്ല. അപ്പോൾ ചായ കിട്ടാത്ത കാരണം എന്തോ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇനി അടുത്ത ചടങ്ങ് നമുക്ക് മക്കൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കണം. ഇവിടുന്ന് എപ്പോൾ ഇറങ്ങുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മുടെ അച്ചൂട്ടിന് ഒന്നും പിടിക്കില്ല. അവനാണെങ്കിൽ വലിയ വില കൂടിയ ഐറ്റംസിലേക്ക് അവരുടെ കണ്ണൊക്കെ പോവുള്ളൂ. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നോക്കിയിരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നോക്കിയേ ഉള്ളൂ. നല്ല രസമില്ല ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അമ്മോട് പറഞ്ഞു നമുക്ക് 2 കാർ എടുക്കാം, 2 പേർക്കും ഒരേപോലത്തെ കാർ എടുക്കാമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് കാർ എടുത്തപ്പോൾ ചെറിയ കാറാണെങ്കിലും പക്ഷെ അതിൻ്റെ വില അപാരമായിരുന്നു. 200-ന് മുകളിലുണ്ടായിരുന്നു ഈ ഒരു കാറിന് ഒരെണ്ണത്തിന്. അപ്പം നമ്മൾ വാങ്ങിച്ചില്ല. വേറെ 2 വണ്ടികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ 2 പേർക്കും. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് വേഗം അവിടെ സ്ഥലം വിട്ടു. ഇനി അവിടെ നിന്ന് ശരിയാവില്ല എന്ന് തോന്നി. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അകമല ആ ഒരു ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ലൈറ്റ് ഇങ്ങനെ ഇട്ടതാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോഴേ ഒരു ഗ്ലാസ് പാൽപ്പായസം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് പാൽപ്പായസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പായസം മാത്രമല്ല കേട്ടോ, അതിൻ്റെ കൂടെ പഴം, പഞ്ചസാര, വെണ്ണ, പിന്നെ കളബക്കട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും പായസം കുടിക്കാമെന്ന് വിചാരിച്ചു. ഗുരുവായൂർ പോയിട്ട് പാൽപ്പായസം കുടിച്ചില്ല പറഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പായസം കുടിക്കട്ടെ. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ കേട്ടോ. ഒരു കുട്ടി വ്ളോഗാണ്. ഗുരുവായൂരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള കുഞ്ഞൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.